ഇടുക്കി നഴ്സിംഗ് കോളേജിൽ ഹോസ്റ്റലിൽ സൗകര്യം ഒരുക്കുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായെന്ന് PTA മന്ത്രി റോഷി അഗസ്റ്റിൻ, DME എന്നിവർ നൽകിയ ഉറപ്പാണ് നടപ്പിലാകാഞ്ഞത്. ഒരാഴ്ചയ്ക്കകം അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നിരാഹാര സമരം ആരംഭിക്കുമെന്നാണ് PTA മുന്നറിയിപ്പ്. 23 എങ്ങനെ ഈ ഹോസ്റ്റൽ തുടങ്ങിയോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു കുടിവെള്ളത്തിന് ഒരു ഫിൽറ്റർ പോലും അവിടെ സ്ഥാപിച്ചിട്ടില്ല. അപ്പം ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നോടും വരെ ഞങ്ങൾ ഇനി ഏകദേശം ഒരാഴ്ച ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ നിലവിലുള്ള ഓർഡർ ഇറക്കി പൈനാവിലേക്ക് പിള്ളേരെ മാറ്റുന്നോടും വരെ ഞങ്ങൾ ഒരാഴ്ചയും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം തീരുമാനം ആയില്ലെങ്കിൽ നിരാഹാരം മാതിരിയുള്ള സമരത്തിലേക്ക് ഞങ്ങളും പിള്ളേരെ ഇറക്കാൻ പോവുകയാണ്. അതോടൊപ്പം ഞങ്ങൾ PTA കൂടി ഇറങ്ങാനുള്ള തീരുമാനമാണ് ഇപ്പം ഞങ്ങൾ എടുത്തേക്കുന്നത്. ജെയിനസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, അവിടുത്തെ ദുരവസ്ഥ എല്ലാവരും ചൂണ്ടിക്കാട്ടിയതാണ്. എന്നിട്ടും ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും DMEയുടെ ഭാഗത്ത് നടക്കാൻ ലഭിച്ചിട്ടും എന്തുകൊണ്ട് നടപ്പാകാതെ പോകുന്നുണ്ട്? പ്രതീക്ഷ, ഇത് നീണ്ട നാളായുള്ള ഒരു പ്രശ്നമാണ്. അതായത് PSC നഴ്സിംഗ് കോളേജ് ആരംഭിച്ചത് 2023-ലാണ്. അതിനുശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്കിപ്പോൾ ഹോസ്റ്റൽ സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല. നമുക്കറിയാം, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായതാണ്. CPM ജില്ലാ സെക്രട്ടറി ഈ രക്ഷിതാക്കളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തിയതടക്കം ഉള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ ചില സ്വകാര്യ കെട്ടിടത്തിലാണ് ഈ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഹോസ്റ്റൽ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇതിന് വലിയ ഫീസ് നൽകേണ്ടി വരുന്നു. ഇതടക്കമുള്ള കാര്യങ്ങളാണ് കുട്ടികൾ ചൂണ്ടിക്കാട്ടിയത്. കുട്ടികളും രക്ഷിതാക്കളും ഇത് സംബന്ധിച്ച് ഒരു സമരവും നടത്തിയിരുന്നു. ആ സമരം ആരംഭിച്ചതിന് പിന്നാലെയാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തുകയും ഈ പ്രശ്നം ഉടൻ പരിഹരിക്കും എന്ന ഉറപ്പ് നൽകുകയും ചെയ്തത്. പക്ഷേ ആ പ്രശ്നപരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രക്ഷിതാക്കളും കുട്ടികളും ചൂണ്ടിക്കാട്ടുന്നത്. ഇനിയിപ്പോൾ ഒരാഴ്ച കൂടി ഇത് സംബന്ധിച്ച് കാത്തു നിൽക്കും. അതിനുശേഷം അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് എല്ലാ നഴ്സിംഗ് കോളേജുകളിലും ഉള്ളതുപോലെ, എല്ലാ സർക്കാർ നഴ്സിംഗ് കോളേജുകളിലും ഉള്ളതുപോലെ സർക്കാർ ഫീസ് ഈടാക്കിക്കൊണ്ടുള്ള ഒരു ഹോസ്റ്റൽ സൗകര്യം വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. പക്ഷെ അത് ആവശ്യം നടപ്പിലാക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ അവിടെ പുതുതായി നിർമ്മിച്ച ഒരു കെട്ടിടത്തിലേക്ക് ഈ ഹോസ്റ്റൽ സൗകര്യം ഒരുക്കണം എന്ന് DMEയുടെ ഉത്തരവുണ്ടായിരുന്നു. പക്ഷേ ആ ഉത്തരവ് നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, ജെയിനസ് രാജുവാണ് വിവരം നൽകിയത്. അപ്പോൾ ഉറപ്പ് വെറും ഉറപ്പായി തന്നെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. DME അടക്കം ശ്രദ്ധ ചെലുത്തേണ്ട, ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയ ശേഷം അത് നടപ്പിലാകുന്നുണ്ടോ എന്ന് പറയേണ്ട, അല്ലെങ്കിൽ അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം അധികൃതർക്കാണ്.